അങ്ങനെ കെ വി തോമസ് മാഷ് അരങ്ങൊഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് കേരള ഹൗസിലെ മുറിയും ഒക്കെ തന്നെ ഒഴിഞ്ഞു കൊടുത്തു. 5 സ്റ്റാഫ് ഉണ്ടായിരുന്നു. പേഴ്സണൽ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡ്രൈവർ, മറ്റൊരു സെക്രട്ടറി, ഇവർക്കെല്ലാം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ്. മാഷിനും ശമ്പളം ഓണറേറിയമാണ്, ശമ്പളമില്ല, പേര് മാറ്റിയാണ് കൊടുക്കുന്നത്. ഓണറേറിയം അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ലക്ഷങ്ങൾ വരും. അതൊക്കെയാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. മാഷിന് MP എന്നുള്ള നിലയ്ക്കും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ മന്ത്രി എന്നുള്ള നിലയ്ക്കും MLA എന്നുള്ള നിലയ്ക്കും ഒക്കെ പെൻഷനുണ്ട്. ഏതാണ്ട് മാസം 1 കോടി രൂപയ്ക്കടുത്ത് മാഷിന് വരുമാനമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ കണക്ക് അതല്ലെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും ധാരാളം സ്ഥാനമാനങ്ങളും ഒക്കെ തന്നെ കിട്ടി. അതുപോലെ തന്നെ ഇനിയും സ്ഥാനമാനങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് നേരെ LDFിലേക്ക് പോയി. പിണറായി വിജയന്റെ അടിയിൽ പോയി തല കുമ്പിട്ട് നിന്ന് എന്തൊക്കെയോ സ്ഥാനങ്ങൾ മേടിച്ചു. കൊള്ളാം. കരുണാകരന്റെ കൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ്. കരുണാകരൻ കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ്. വന്ന വഴിയൊന്നും മാഷ് മറക്കില്ല എന്നൊക്കെ ഉള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ വന്ന വഴിയൊക്കെ മറന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിലെത്തി സ്ഥാനമാനങ്ങൾക്കും സ്ഥാനമോഹങ്ങൾക്കും വേണ്ടി സ്വന്തം രാഷ്ട്രീയ ജീവിതവും സ്വന്തം ചിന്തകളും കോൺഗ്രസ് രാഷ്ട്രീയവുമൊക്കെ അടിയറ വെച്ച് വെറുമൊരു ബലഹീനനായി, നട്ടല്ലില്ലാത്തവനായി, ഈ പ്രായത്തിൽ ഇത്രയും പ്രായമുള്ള ഒരു അധ്യാപകനായിരുന്ന വ്യക്തി ഇതൊക്കെ പറയുന്നതിൽ അല്പം ഖേദമുണ്ട്. നട്ടല്ലില്ലാത്തവനായി, മറ്റുള്ളവൻ്റെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നവനായി, പിണറായി വിജയൻ്റെ ചെരുപ്പ് നക്കുന്നവനായി മാറിയ കെ വി തോമസ് മാഷാണ് ഡൽഹിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. രാജിവെച്ചു എന്നാണ് കേട്ടത്. ഇതൊരു ക്യാബിനറ്റ് റാങ്ക് പ്രത്യേകമായി നിർദ്ദേശിച്ചു കൊടുത്താണ്. ഇത് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്യാബിനറ്റ് റാങ്ക് രാജിവെക്കേണ്ട ആവശ്യമേ ഉള്ളതല്ല. എന്നാലും രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്കാണ് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. ഞാൻ തോമസ് മാഷ് റിസൈൻ ചെയ്തു എന്നാണ്. റിസൈൻ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലായിരുന്നു, കേരള മുഖ്യമന്ത്രിയായിരുന്നു, ഒന്നുമില്ല. വെറും സ്ഥാനമോഹിയായ ഒരു കപട രാഷ്ട്രീയക്കാരനായിരുന്നു കെ വി തോമസ് എന്നതിൽ ഒരു തർക്കവുമില്ല. അത് ആരുടെ മുന്നിലും പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇനി കേരളത്തിൽ നിന്ന് അത് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നും കൂടെ ചോദിക്കണം. നമ്മുടെ ജനങ്ങളുടെ പണമെടുത്ത് ഇയാൾക്ക് ശമ്പളം കൊടുത്തിട്ട് കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി പല വിലപേശലുകൾ നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിലപേശലാണ് നടത്തിയത്? കേരളത്തിന് അനുകൂലമായ സാധനങ്ങളൊക്കെ തന്നെ കേന്ദ്രം സമയത്ത് കൊടുത്തിട്ടുണ്ട്. പണമായാലും ശരി, പദ്ധതികളായാലും ശരി. അതൊക്കെ തോമസ് മാഷ് പറഞ്ഞിട്ടാണ്. കെ വി തോമസ് മാഷ് പറഞ്ഞു കേരളത്തിന് അത് കൊടുത്തേക്കാം എന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ നിതിൻ ഗഡ്കരിയോ തീരുമാനിച്ചത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് ശരിയാണ്. എത്ര മ്ലേച്ഛമായ, എത്ര നികൃഷ്ടമായ ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടാക്കി ജനങ്ങളുടെ പണം തൊലയ്ക്കാനായിട്ട്, പാവപ്പെട്ടവൻ്റെ നെഞ്ചത്തടിക്കാനായിട്ട് ഇയാളെ അവിടെ കൊണ്ട്, ഈ കെ വി തോമസിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. എന്തായാലും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഇനി അയാൾ കോൺഗ്രസിലേക്ക് വന്നിട്ട് വേറെന്തെങ്കിലും പദവി വേണം എന്ന് പറയുമോ എന്ന് പേടിച്ചിരിക്കുകയായിരിക്കും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. കാരണം ഇയാൾക്ക് പദവിയും ഇതൊന്നും ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. പദവിയും സ്ഥാനമാനങ്ങളും വലിയ ശമ്പളമൊന്നും ഇല്ലാതെ കെ വി തോമസിന് ഉറക്കം വരില്ല. തിരുത തോമ എന്നാണ് ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. സോണിയാഗാന്ധിക്ക് ഇവിടുന്ന് തിരുതമീന്, ആറ്റുകൊഞ്ച് ഒക്കെ കറിയാക്കി ചുറ്റുപാത്രത്തിലാക്കി കാസറോളിലാക്കി ഡൽഹിക്ക് കൊണ്ടുപോകലായിരുന്നു കോൺഗ്രസിലായിരുന്നപ്പോൾ പ്രധാന പണി. അപ്പോൾ തിരുത തോമ എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തിരുത തോമ തൽക്കാലത്തേക്ക് അരങ്ങൊഴിഞ്ഞിരിക്കുന്നു. ഇനി പുതിയ ലാവണം തേടി ഇനിയിപ്പം കോൺഗ്രസിലേക്ക് വന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് യാതൊരു നിലപാടുമില്ലാത്ത ഹിജഡ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് ഇയാൾ എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഈ പരിപാടി ഇനിയും തുടരും എന്നാണ് തോന്നുന്നത്. അതിനുള്ള പ്രായവും ആവേശവും ഒക്കെ തന്നെ ആയിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക്, കുമ്പളങ്ങിയിലേക്ക് ഇദ്ദേഹം വരാൻ പോകുന്നത്.